അന്ന് കൃത്യമായി പറഞ്ഞാൽ ഓഗസ്റ്റ് 23, 2013 റഷ്യയിലെ ഒരു ഗ്രാമത്തിലാണ് ഈ ഒരു ഇൻസിഡൻറ്റ് നടക്കുന്നത്. അവിടെ ഒരു ചെറിയ വീട്ടിൽ മരിയ ചെലിസേവ എന്ന് പറയുന്ന 8 വയസ്സുള്ള ഒരു പെൺകുട്ടി വീടിൻ്റെ കിച്ചണിലെ ടേബിളും ഇരുന്നേറ്റ് ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ പെൺകുട്ടിയുടെ അച്ഛനായിട്ടുള്ള 42 വയസ്സുള്ള മിക്കായേൽ അവിടെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആളിങ്ങനെ സവാള അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ സവാള കരിഞ്ഞ് കണ്ണിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് ആൾ മകളുടെ അടുത്ത് ഇങ്ങനെ കരയുന്നത് പോലെ അഭിനയിച്ച് ഇങ്ങനെ കാണിക്കുന്നുണ്ടായിരുന്നു. മോളാന്നുണ്ടെങ്കിൽ അതൊക്കെ കണ്ടിങ്ങേറ്റ് ചിരിച്ച് അവരുടെ ആ ഒരു ടൈമും കാര്യങ്ങളൊക്കെ എൻജോയ് ചെയ്ത് പിന്നെ ഇങ്ങനെ പടം വരച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആളുടെ വൈഫ് വീടിൻ്റെ ബാക്ക് സൈഡിൽ വേറെ എന്തോ പണിയിലും കാര്യങ്ങളിലൊക്കെ ആയിരുന്നു. അതേപോലെ തന്നെ മരിയയുടെ ഗ്രാൻഡ് മദറും അതേപോലെ മരിയയുടെ ബ്രദറും ഇതേപോലെ ലിവിങ് റൂമിലും ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്നത്തെ ദിവസവും ഒരു സാധാരണ ദിവസം തന്നെയായിരുന്നു ആ വീട്ടിലുള്ളവർക്ക്. എന്നാൽ ആ ഒരു ദിവസം അവരുടെ ജീവിതം തന്നെ മാറ്റിമറിക്കുമെന്നുള്ളത് ആ സമയത്ത് ആരും തന്നെ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ആൾ സവാളയും കാര്യങ്ങളൊക്കെ അരിഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നോക്കുമായിരുന്നു. അപ്പോൾ ഉരുളക്കിഴങ്ങ് കിച്ചണിൽ കാണുന്നില്ല. അപ്പോൾ ആൾ ഉറക്കെ വിളിച്ച് വൈഫിൻ്റെ അടുത്ത് ചോദിക്കുകയാണ് ഉരുളക്കിഴങ്ങ് എവിടെയെന്നുള്ളത്. അപ്പോൾ വൈഫ് പറഞ്ഞു അടുക്കളയിൽ ഉരുളക്കിഴങ്ങില്ല, അത് നമ്മളെ സ്റ്റോർ റൂമിലാണ് വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഈ ഒരു സവാളയും കാര്യങ്ങളൊക്കെ നേരെ തന്നെ പാനിലിട്ടിങ്ങായിട്ട് തീ കത്തിച്ച് അവിടെ വെച്ചു. അതിനുശേഷം ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട് സ്റ്റോർ റൂമിലോട്ട് പോവാണ്. ആ ഒരു സ്റ്റോർ റൂമിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ അതൊരു സെല്ലറാണ്. അതായത് നമ്മൾ നിലവറ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവരുടെ കിച്ചണിൽ നിന്നും ലിവിങ് റൂം കഴിഞ്ഞിട്ട് വേറൊരു ഡോറുണ്ട്. ആ ഒരു ഡോറ് തുറന്നു കഴിഞ്ഞാൽ അടിയിലോട്ട് കുറച്ച് സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ സ്റ്റെപ്പ് ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റോറേജ് സ്പേസിലെത്തും. അപ്പോൾ അവിടെയായിരുന്നു ഉരുളക്കിഴങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത്. അപ്പോൾ ആളിതേപോലെ തന്നെ പാനിൽ സവാളയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മോളുടെ അടുത്ത് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് നേരെ ആ ഒരു ലിവിങ് റൂം ക്രോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ആ ഒരു സെല്ലറിൻ്റെ ഉള്ളിലോട്ട് പോവാണ്. അപ്പോൾ ലിവിങ് റൂമിൽ എന്താ പറയുക മരിയയുടെ ഗ്രാൻഡ് മദറും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ മരിയയുടെ ബ്രദറൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ആൾ നേരെ ആ ഒരു സെല്ലറിൻ്റെ ഡോറ് തുറന്നു. അതിനുശേഷം ഡോർ അടച്ചു. ആൾ താഴത്തോട്ട് ഇറങ്ങിപ്പോയി. മരിയാണെന്നുണ്ടെങ്കിൽ അതായത് ആ മരിയ ഇരിക്കുന്ന ഒരു പൊസിഷനിൽ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് ലിവിങ് റൂമിലൂടെ ആ ഒരു സെല്ലറിൻ്റെ ഡോറ് കാണാൻ പറ്റും. അപ്പോൾ അച്ഛൻ അതിലൂടെ ഇറങ്ങിപ്പോകുന്നത് മരിയ കണ്ടു. അതിനുശേഷം മൂപ്പര് പിന്നെയും വരക്കാനായിട്ട് ഇങ്ങനെ തുടരുകയാണ്. അങ്ങനെ മരിയ ഇങ്ങനെ വരയിലും മുഴുകിയിരിക്കുന്ന സമയത്താണ് എന്തൊക്കെയോ കരിയുന്ന ഒരു സ്മെല്ല് ആൾ ഫീൽ ചെയ്യുന്നത്. അതിനുശേഷം സ്വപ്നത്തിൽ പോലും ആരും വിചാരിക്കാത്ത കാര്യങ്ങളായിരുന്നു 1/4 മണിക്കൂറിനുള്ളിൽ ആ വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നത്. ആ വീട്ടിൽ ഒരാളൊഴികെ ബാക്കി എല്ലാവരും അതിദാരുണമായിട്ട് മരണപ്പെടുകയായിരുന്നു. അതിൻ്റെ ഒരു റീസണും കാര്യങ്ങളൊക്കെ നമ്മൾ സാധാരണഗതിയിൽ ഈ ഒരു കേസിനെ കുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ഗസ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിലും കണ്ടുപിടിക്കാനായിട്ട് സാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഇപ്പോൾ തന്നെ ഇങ്ങനെയുള്ളൊരു കാര്യം പറഞ്ഞു. ഇനിയിപ്പോൾ ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ എൻഡിൽ ഞാൻ ഈ ഒരു കാര്യം പറയുന്നതിനുള്ളിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതായിരിക്കാം കാരണം എന്നുള്ളത് മനസ്സിലായോ എന്നുള്ളത് താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം കേട്ടോ. നിങ്ങൾക്ക് അങ്ങനെ അവർ എന്താ സംഭവം എന്നുള്ളത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ആ ഒരു ഇൻസിഡൻറ്റിനെ കുറിച്ചും അതേപോലെ തന്നെ ആരും പ്രതീക്ഷിക്കാത്ത അവസാനത്തെ ആ ഒരു ട്വിസ്റ്റിനെ കുറിച്ചും തന്നെയാണ് നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ദ ചാനൽ. റസീൻ ദിസ് സൈഡ്. അപ്പോൾ മരിയയുടെ ഫാദറായിട്ടുള്ള മിക്കായേൽ പോയിട്ട് കുറച്ച് നേരം കഴിഞ്ഞല്ലോ, ഒരു 10-15 മിനിറ്റൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോഴാണ് എന്തോ കരിയുന്ന സ്മെല്ല് കേൾക്കുന്നത്. സംഭവം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആളടപ്പത്ത് വെച്ച് പോയിട്ടുള്ള പാൻ കരിയുന്ന സ്മെല്ലായിരുന്നു അത്. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫുള്ള് പുകയും കാര്യങ്ങളൊക്കെ ആയി. അപ്പോൾ ഹാളിൽ ഇരുന്നിരുന്ന എന്താ പറയുക മരിയയുടെ അമ്മൂമ്മ നേരെ തന്നെ ഓടി വരികയാണ്. എന്നിട്ട് പാനൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. അതിനുശേഷം ആ ഒരു ഗ്യാസൊക്കെ ഓഫ് ചെയ്തു. അപ്പോഴത്തേനും ഈ ഒരു സ്മെല്ലും അവിടുത്തെ ഒച്ചയും ബഹളമൊക്കെ കേട്ട് പുറത്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നിരുന്ന മരിയയുടെ അമ്മയും കൂടെ അകത്തോട്ട് കയറി വരികയാണ്. അവർ വന്നപ്പോൾ അടുക്കള മുഴുവൻ ഫുള്ള് പുക. അവരുടെ ഹസ്ബൻഡിനാണെന്നുണ്ടെങ്കിൽ കാണുന്നുമില്ല, ആകെ പ്രശ്നം. അപ്പോൾ അവരാകെ ദേഷ്യത്തിൽ മിക്കായേലിനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ മരിയ പറഞ്ഞു അച്ഛൻ്റെ ആ സെല്ലറിലോട്ട് പോയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് എടുക്കാനായിട്ട്. കുറച്ച് നേരമായി പോയിട്ട് ഇതുവരെ വന്നിട്ടില്ല, എന്ത് ചെയ്യാന്നുള്ള അറിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ വീണ്ടും ഈ ഒരു മരിയയുടെ അമ്മ ആകെപ്പാടെ ദേഷ്യത്തിൽ ഇപ്പോൾ ഇവിടെ പോയി കിടക്കാണ്, ഇത്രയും നേരമായിട്ട് ഇവിടെ ഫുള്ള് കരിച്ചിട്ടെന്നുള്ള ഒരു മൈൻഡിൽ നേരെ തന്നെ അവർ ആ ഒരു സെല്ലർ റൂമിൻ്റെ അങ്ങോട്ട് പോകുമായിരുന്നു. അവരും ഇതേപോലെ തന്നെ ആ ഒരു സെല്ലറിൻ്റെ ഡോറ് തുറന്നു. അതിനുശേഷം ഡോർ അടച്ചു. എന്നിട്ട് അകത്തോട്ട് ഇറങ്ങി പോവുകയും ചെയ്തു. പിന്നെയും കുറച്ച് സമയങ്ങൾ കഴിഞ്ഞു. ആ ഒരു സമയത്ത് ഈ മരിയയുടെ അമ്മൂമ്മ അവിടെ ഒരു സവാളയും കാര്യങ്ങളൊക്കെ മാറ്റി അതേപോലെ തന്നെ ഒരു പാത്രമൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ തിരക്കിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇവർ വരേണ്ട സമയമാവുന്നുണ്ട്. മരിയാണെന്നുണ്ടെങ്കിലും ആ ഒരു സെല്ലറിൻ്റെ ഡോറിലോട്ട് നോക്കി നിൽക്കുന്നുണ്ട്. അമ്മൂമ്മയാണെന്നുണ്ടെങ്കിലും ഇത് ക്ലീൻ ചെയ്യുന്നതിൻ്റെ ഇടയിലൊക്കെ അവരിപ്പോൾ വരും എന്നുള്ളൊരു തോട്ടിൽ നേരെ ആ ഒരു ഡോറിൻ്റെ അടുത്തേക്ക് നോക്കുന്നുണ്ട്. എന്നാൽ ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ടും ഇവർ രണ്ടുപേരും വന്നിട്ടില്ല. ഇവർ രണ്ടുപേരും ഒരു ഉരുളക്കിഴങ്ങ് എടുക്കാൻ പോയിട്ട് ഇത്രയും നേരം അതിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളൊരു തോട്ടിൽ ഈ അമ്മൂമ്മ തന്നെ ഇനിയിപ്പോൾ ഞാനും കൂടെ പോയി നോക്കാം എന്നുള്ളൊരു മൈൻഡിൽ നേരെ തന്നെ അങ്ങോട്ട് നടന്നു പോവാണ്. അപ്പോൾ ഇവർ കിച്ചണിൽ നിന്ന് ഇറങ്ങി നേരെ ഹാള് ക്രോസ് ചെയ്ത് പോവാണ്. ഹാളിലാണെന്നുണ്ടെന്നുണ്ടെങ്കിൽ മരിയയുടെ ബ്രദർ ഇരുന്ന് ഗെയിം കളിക്കുന്നുണ്ടായിരുന്നു.
അങ്ങനെ ഇവർ ആ ഒരു സെല്ലറിൻ്റെ ഡോറിൻ്റെ അവിടെ ചെന്ന് നിന്നു. എന്നിട്ട് ഉറക്കെ വിളിച്ച് ചോദിക്കുകയാണ് അവരുടെ അടുത്ത്, രണ്ടുപേരുടെ അടുത്ത്, നിങ്ങൾ രണ്ടുപേരും അതിൻ്റെ ഉള്ളിൽ എന്താണ് ചെയ്യുന്നത്, ഉരുളക്കിഴങ്ങ് എടുക്കാൻ ഇത്രയും നേരം വേണമെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ അവിടെ നിന്ന് റിപ്ലൈ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇവർ വിചാരിച്ചു അവരെന്തെങ്കിലും പറയുന്നുണ്ട് അവർക്ക് കേൾക്കാത്തായിരിക്കുന്നു. അപ്പോൾ നേരെ തന്നെ തിരിഞ്ഞിട്ട് കൊച്ചുമോൻ്റെ അടുത്ത് ദേഷ്യപ്പെടുകയാണ്, ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു കാര്യം പറയുന്നത് കേട്ടില്ല, നീ അതിൻ്റെ സൗണ്ട് കുറച്ച് ഗെയിമൊക്കെ ഒന്ന് പോസ് ചെയ്ത് വെച്ചാൽ ഇവിടെ അത്യാവശ്യം കാര്യം പറയുമ്പോഴാണ് നിൻ്റെ ഗെയിം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ആ പയ്യനാണെന്നുണ്ടെങ്കിലും മനസ്സോടുകൂടിയിട്ട് അമ്മൂമ്മയുടെ ആ ഒരു ചീത്ത കേട്ടുകയറ്റി നേരെ തന്നെ ഗെയിം പോസ് ചെയ്ത് വെക്കുകയാണ്. അപ്പോൾ അതിനുശേഷം പിന്നെയും ഈ മരിയയുടെ അമ്മൂമ്മ വിളിച്ച് ചോദിക്കുകയാണ്, നിങ്ങൾ രണ്ടുപേരും അവിടെ എന്തെടുക്കുകയാണ്, ഉരുളക്കിഴങ്ങ് കിട്ടിയില്ല, എന്താണ് പ്രശ്നം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടോ എന്ന് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അകത്ത് നിന്ന് വേറെ റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ല. അപ്പോൾ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ മരിയയുടെ ബ്രദർ പറഞ്ഞു, ഇവിടെ നിന്ന് ഇങ്ങനെ നമ്മൾ ഇത്രയും ഒച്ചെടുത്തിട്ടൊന്നും ഒരു കാര്യമില്ല, ഞാൻ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് നോക്കിയിട്ട് വരാമെന്ന് പറഞ്ഞു. ഈ പയ്യനും നേരെ തന്നെ ആ ഒരു സെല്ലറിൻ്റെ ഡോറ് തുറന്നു, അകത്തോട്ട് കയറി ഡോർ അടച്ചു, താഴത്തോട്ട് ഇറങ്ങി പോവായിരുന്നു. പിന്നെയും കുറച്ച് നേരം കഴിഞ്ഞു. ഈ അമ്മൂമ്മ അവിടെ തന്നെ നിന്നിട്ട് ഇവരെ 3 പേരെയും പേര് മാറി മാറി വിളിക്കുകയാണ്, നിങ്ങളെയും എല്ലാവരും അവിടെ എന്തെടുക്കുകയാണെന്ന് ചോദിച്ചുകൊണ്ട്. എന്നാൽ അവരുടെ 3 പേരുടെയും റിപ്ലൈ ഒന്നും തന്നെ വരുന്നുണ്ടായിരുന്നില്ല. കാര്യങ്ങൾ ഇത്രത്തോളമൊക്കെ ആയപ്പോൾ ഈ അമ്മൂമ്മക്ക് ആകെപ്പാടെ പേടിയാവാണ്. അവർ ആകെപ്പാടെ ടെൻസ്ഡായി, എന്ത് ചെയ്യുമെന്നറിയാതെ ആകെപ്പാടെ ഷോക്കായി സ്റ്റക്കായി നിൽക്കുകയാണ്. അവർക്കകത്തോട്ട് കയറി നോക്കണമെന്നുകൊണ്ട് അതേപോലെ തന്നെ ഒരു പേടിയുണ്ട്. അപ്പോൾ ആദ്യം തന്നെ അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നേരെ തന്നെ വന്ന് തൻ്റെ നൈബറിനെ ഫോൺ ചെയ്യായിരുന്നു. എന്നിട്ട് പറഞ്ഞു, വീട്ടിലെന്തോ ഒരു പ്രശ്നമുണ്ട്, ഇതേപോലെ തന്നെ താഴെ സെല്ലർ റൂമിലോട്ട് പോയാൽ അവർ എന്താ പറയുക വിളിച്ചിട്ട് കേൾക്കുന്നുമില്ല, തിരിച്ച് വരുന്നുമില്ല, എന്താണ് വിഷയം എന്നറിയില്ല, നീ ഒന്ന് ഇങ്ങോട്ട് പെട്ടെന്ന് വരുമോ എന്ന് ചോദിക്കുകയായിരുന്നു ആളുടെ അടുത്ത്. അപ്പോൾ നൈബർ പറഞ്ഞു, ഓക്കെ സീനൊന്നുമില്ല, നിങ്ങൾ വെയിറ്റ് ചെയ്യും, ഞാൻ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ആ ഒരു കോൾ കട്ട് ചെയ്യായിരുന്നു. അതിനുശേഷം ഈ ഒരു മരിയാണെന്നുണ്ടെങ്കിൽ അമ്മൂമ്മയുടെ മുഖത്തോട്ട് നോക്കുന്നുണ്ടായിരുന്നു, അമ്മൂമ്മയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സെല്ലറിൻ്റെ ഡോറിൻ്റെ അവിടോട്ട് നോക്കുന്നുണ്ടായിരുന്നു. എന്താ ചെയ്യുക എന്നുള്ളതിനെക്കുറിച്ച് ഇവർക്ക് രണ്ടുപേർക്കും ഒരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മരിയയുടെ അമ്മൂമ്മ ധൈര്യം സംഭരിച്ചിട്ട് എന്താണെന്നുണ്ടെങ്കിലും അങ്ങോട്ട് പോയി അവർക്ക് എന്താണ് സംഭവിച്ചതെന്നുള്ളത് നോക്കാൻ തന്നെ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവരും ആ ഒരു സെല്ലറിൻ്റെ ഡോർ ഓപ്പൺ ചെയ്തു. അതിനുശേഷം അവർ താഴത്തോട്ട് ഇറങ്ങി. ഇവരെല്ലാവരും ചെയ്യുന്നത് പോലെ അവർ ഡോർ ക്ലോസ് ചെയ്തിട്ടായിരുന്നില്ല പോയിട്ടുണ്ടായിരുന്നത്, താഴത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ മരിയാണെന്നുണ്ടെങ്കിൽ ഈ കിച്ചൺ ടേബിളിൽ തന്നെ ഇരിക്കുകയായിരുന്നു. ആ കുട്ടി ഇങ്ങനെ നോക്കുന്നുണ്ട്. കുട്ടി നോക്കുമ്പോൾ ഈ ഒരു ഡോറ് തുറന്നിട്ട് അമ്മൂമ്മ താഴത്തോട്ട് ഇറങ്ങി പോകുന്നതിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. അത് കാണുന്നിട്ട് കുറച്ചു നേരം കഴിയുമ്പോൾ കണ്ണിൻ്റെ ഒരു വിഷനിൽ നിന്ന് അമ്മൂമ്മ പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ അപ്പോഴത്തേന് ഡ്രോയിങ് ഒക്കെ നിർത്തി ആകെപ്പാടെ ഭയങ്കര ടെൻഷനിലും എന്താ പറ്റിയതെന്ന് അറിയാണ്ടുള്ള ആ ഒരു ഇതിലും ഭയങ്കര ഒരു വല്ലാത്തൊരു സിറ്റുവേഷനിലായിരുന്നു ആ കുട്ടി ഉണ്ടായിരുന്നത്. ആ കുട്ടി ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ, കുറച്ച് മിനിറ്റുകൾ കഴിഞ്ഞപ്പോൾ ഒരു സൗണ്ട് കേൾക്കുകയാണ്, ടം എന്ന് പറഞ്ഞിട്ടൊരു സൗണ്ട് കേൾക്കുകയാണ്. ആരോ എന്തോ വീഴുന്ന പോലുള്ളൊരു സൗണ്ടായിരുന്നു അത്. ആ ഒരു സൗണ്ട് കൂടെ കേട്ടപ്പോൾ ആ പെൺകുട്ടി അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ആ ഒരു സെല്ലറിൻ്റെ ഡോറിൻ്റെ അവിടോട്ട് പോവാണ്. ആ ഒരു ഡോറിൻ്റെ അവിടെ എത്തിയിട്ട് താഴത്തോട്ടൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കാണുന്നില്ല, ഇത്തിരി ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇങ്ങനെ നിൽക്കുകയാണ്, എന്ത് ചെയ്യും എന്നറിയാതെ കുറച്ച് നേരം ആ ഒരു കുട്ടി അവിടെ നിന്നു. എന്നിട്ട് ആ ഒരു കുട്ടിയും നേരെ തന്നെ താഴത്തോട്ട് ഇറങ്ങി പോകാനായിട്ട് തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം കൂടെ ആ ഒരു സെല്ലറിൻ്റെ ഡോറിൻ്റെ അവിടെ മരിയ വെയിറ്റ് ചെയ്യായിരുന്നു. അതിൻ്റെ ഇടയിൽ തൻ്റെ ചേട്ടനെയും അച്ഛനെയും അമ്മയെയും അമ്മൂമ്മയും ഒക്കെ വിളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എത്രയൊക്കെ വിളിച്ചിട്ടും അകത്തൊന്നും യാതൊരു റെസ്പോൺസും വരുന്നില്ല. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും എന്താണ് സംഭവിച്ചത് അറിയുന്നതിന് വേണ്ടിയിട്ട് ഇറങ്ങി പോകാൻ തന്നെ ആ ഒരു പെൺകുട്ടി തീരുമാനിക്കുകയാണ്. അങ്ങനെ ആ ഒരു പെൺകുട്ടിയും പതിയെ ആ ഒരു സെല്ലറിൻ്റെ അകത്തോട്ട് ഇറങ്ങി പോവുകയായിരുന്നു. അപ്പോൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും നേരത്തെ വിളിച്ച നൈബർ വന്നു. നൈബർ വന്നിങ്ങായിട്ട് ബെല്ലടിച്ചു. അപ്പോൾ ആരും ഡോറൊന്നും തുറക്കുന്നില്ല. ഡോറിൽ നോക്ക് ചെയ്ത് നോക്കി, അപ്പോഴും ഡോറൊന്നും ആരും തുറക്കുന്നില്ല. അങ്ങനെ ഡോർ ലോക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടിയിട്ട് ആൾ ആ ഒരു ലോക്കൊന്ന് തുറന്നു നോക്കിയതായിരുന്നു. അപ്പോൾ അകത്തുനിന്ന് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഡോറ് പെട്ടെന്ന് തന്നെ തുറന്നു വന്നു. ആൾ വീടിൻ്റെ അകത്തോട്ട് കയറിയപ്പോൾ എന്താ പറയുക, അസ്വാഭാവികമായിട്ടൊന്നുമില്ല, എല്ലാം കറക്റ്റ് പ്ലേസിൽ തന്നെയാണ്, വേറെ സീനും കാര്യങ്ങളൊന്നുമില്ല. പക്ഷേ ആൾ നോക്കുമ്പോൾ വീട്ടിൽ ആരെയും കാണാനില്ല, ആരുമില്ല. മൈക്കിളും ഇല്ല, ആളുടെ വൈഫും ഇല്ല, മോനും ഇല്ല, മോളും ഇല്ല, അമ്മൂമ്മയും ഇല്ല. അപ്പോൾ ആളങ്ങനെ ഇങ്ങനെയൊക്കെ ചുറ്റുമൊക്കെ നോക്കുകയാണ്. അപ്പോഴാണ് ചെറുതായിട്ട് ആരോ കരയുന്ന ഒരു ചെറിയ സൗണ്ട് ആൾ കേൾക്കുന്നത്. ആ ഒരു സൗണ്ട് നോക്കി ആൾ പോയ സമയത്ത് ആ ഒരു ചെവി വെച്ചിങ്ങനെ നോക്കിയപ്പോൾ താഴത്തുനിന്നാണ് വരുന്നത് എന്നുള്ളത് ആൾക്ക് മനസ്സിലായി. നേരെ നോക്കിയപ്പോൾ ഈ ഒരു സെല്ലറിൻ്റെ ഡോറ് തുറന്നിടക്കുന്നുണ്ട് എന്നുള്ളത് ആൾ മനസ്സിലാക്കുകയാണ്. നേരെ തന്നെ ആൾ ഓടി സെല്ലറിൻ്റെ ഉള്ളിലോട്ട് ചെല്ലുകയാണ്. അവിടെ എത്തിയ ആൾ കണ്ട കാഴ്ച അതിഭീകരമായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മരിയ നിലത്ത് വീണ് കിടന്നിങ്ങായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. മരിയയുടെ അടുത്ത് തന്നെ മരിയയുടെ അച്ഛൻ കിടക്കുന്നുണ്ട്, അമ്മ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്, അമ്മൂമ്മ നിലത്ത് വീണ് കിടക്കുന്നുണ്ട്, അതേപോലെ തന്നെ മരിയയുടെ ബ്രദറും നിലത്ത് വീണ് കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവരൊക്കെ തട്ടി വിളിച്ചപ്പോൾ ഇവരാരും എഴുന്നേൽക്കുന്നില്ല. മരിയ മാത്രമാണെന്നുണ്ടെങ്കിൽ ചെറുതായിട്ട് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു നൈബർ എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരിയെ നേരെ തന്നെ വാരിയെടുത്ത് കഴിഞ്ഞിട്ട് ആ ഒരു സെല്ലറിൻ്റെ ഉള്ളിൽ നിന്ന് ഓടി പുറത്തോട്ട് വരികയായിരുന്നു. എന്നിട്ട് ആൾ മരിയയും കൊണ്ട് ആളുടെ വീട്ടിലോട്ട് പോയി ഉടനെ തന്നെ ആൾ പോലീസിനെ വിവരം അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ അൺകോൺഷ്യസ് ആയിട്ട്
തൻ്റെ നൈബേഴ്സ് അവരുടെ സെല്ലർ റൂമിൽ കിടക്കുന്നുണ്ടെന്നും എന്താണ് സംഭവിച്ചതെന്നുള്ളത് എനിക്കറിയില്ല എന്നും ഇതേപോലെ തന്നെ എനിക്കൊരു കോള് വന്നിട്ടുണ്ടായിരുന്നു അവിടുത്തെ അമ്മൂമ്മയുടെ, ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട്, നീ ഒന്ന് വന്ന് നോക്കാൻ പറഞ്ഞിട്ട്. ആ ഒരു കോളിൻ്റെ അടിസ്ഥാനത്തിൽ താൻ എത്തി നോക്കിയപ്പോൾ ഇങ്ങനെയുള്ളൊരു കാഴ്ചയാണ് കണ്ടതെന്നൊക്കെ പറഞ്ഞ് ആൾ പോലീസിനെ വിളിച്ച് പറയായിരുന്നു. ആ ഒരു വിവരം അറിഞ്ഞ പോലീസുകാർ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അങ്ങോട്ട് എത്തുകയായിരുന്നു. അവരങ്ങനെ അവിടെ എത്തി ആ ഒരു സെല്ലർ റൂമിൽ പോയിട്ട് പരിശോധിച്ചപ്പോഴാണ് അവർക്ക് ആ ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അവരെല്ലാവരും അതിനോടകം തന്നെ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. യെസ്, മരിയയുടെ അച്ഛൻ, അമ്മ, അമ്മൂമ്മ, അതേപോലെ തന്നെ ബ്രദർ. അപ്പോൾ ഇവർ 4 പേരും ആ ഒരു നിലവറയിൽ മരിച്ചു കിടക്കുന്ന അതിദാരുണമായ കാഴ്ചയായിരുന്നു പോലീസുകാർ കണ്ടതും. ആ ഒരു സമയത്ത് അന്വേഷണ ഉദ്യോഗസ്ഥർ തല കുത്തി നിന്ന് നോക്കിയിട്ടും എന്താണ് അവർക്ക് സംഭവിച്ചത്, എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്നുള്ളത് പെട്ടെന്നുകൊണ്ട് കണ്ടെത്താനായിട്ട് സാധിച്ചില്ല. പിന്നീട് ഡീറ്റെയിൽ ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരുപാടധികം ഇൻവെസ്റ്റിഗേഷനും കാര്യങ്ങളൊക്കെ നടന്നതിന് ശേഷമാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്നുള്ളതിനെക്കുറിച്ച് ഇങ്ങോട്ട് ഒരു ധാരണ പോലീസിന് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു മരിയയുടെ അച്ഛൻ മിക്കായേൽ ഇതേപോലെ തന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞതിന് ശേഷം ഉരുളക്കിഴങ്ങ് എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഉരുളക്കിഴങ്ങ് എവിടെയെന്ന് ആളുടെ വൈഫിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഇതേപോലെ തന്നെ സെല്ലറിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ അത് ചീഞ്ഞിട്ടുണ്ടാവാനുള്ള സാധ്യതയുണ്ട്, അത് എന്താ പറയുക നടപടിയാവില്ല, എടുക്കണ്ട എന്നുള്ളൊരു മൈൻഡിലായിരുന്നു അവരവിടെ നിന്ന് പറയുന്നുണ്ടായിരുന്നത്. എന്തൊക്കെയാണെങ്കിലും ഉരുളക്കിഴങ്ങ് ഇല്ലാണ്ട് എങ്ങനെ കറി വെക്കുക എന്നുള്ളൊരു മൈൻഡിലായിരുന്നു ആൾ നേരെ ആ ഒരു സെല്ലറിലോട്ട് പോയിട്ടുണ്ടായിരുന്നത്. ആളുടെ വൈഫ് പ്രതീക്ഷിച്ചതുപോലെ തന്നെ ആ ഉരുളക്കിഴങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ചീഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ടോക്സിക് ഗ്യാസ് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഈ ഒരു സെല്ലറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫുൾ ക്ലോസ്ഡ് ആയിട്ടുള്ളൊരു സ്പേസാണ്. അതേപോലെ തന്നെ എന്താ പറയുക, വേറെ വിൻഡോസോ കാര്യങ്ങളോ എയർ എസ്കേപ്പ് ചെയ്യാനുള്ള ഒരു സംഭവമില്ല അതിൻ്റെ ഉള്ളിൽ. പിന്നെ ഈ ഒരു ഫാമിലിയിലുള്ള എല്ലാവരുടെയും ശീലം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സെല്ലറിലോട്ട് ഇറങ്ങുന്ന സമയത്ത് ഇവർ ഡോറ് തുറക്കും, അകത്തോട്ട് കയറും, ഡോറ് ചാരി വെക്കും, എന്നിട്ടായിരുന്നു അവർ താഴത്തോട്ട് ഇറങ്ങി പോകാറുണ്ടായിരുന്നത്. അത് അവരുടെ ഒരു ശീലമായിരുന്നു. അപ്പോൾ ആ ഒരു ശീലത്തിൻ്റെ പുറത്താണ് ഇതേപോലെ തന്നെ ആദ്യം തന്നെ മരിയയുടെ അച്ഛൻ ഇതേപോലെ ഡോറ് തുറക്കുന്നു, താഴത്തോട്ട് പോകുന്നു, ഈ ഒരു ടോക്സിക് ഗ്യാസ് ശ്വസിക്കുന്നു, ആൾ ബോധം കെട്ട് നിലത്ത് വീഴുന്നു. അതിനുശേഷം മരിയയുടെ അമ്മ പോകുന്നു, ഇതേപോലെ തന്നെ നിലത്ത് വീഴുന്നു, ബ്രദർ പോകുന്നു, നിലത്ത് വീഴുന്നു. അമ്മൂമ്മ പോയ സമയത്ത് ഡോർ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഡോർ ഓപ്പൺ ചെയ്ത് അപ്പം തന്നെയാണ് അവരിറങ്ങിപ്പോയത്. അതുകൊണ്ട് ഈ ഒരു ടോക്സിക് ഗ്യാസ് ശ്വസിച്ച് അവരും നിലത്ത് വീണ് മരണപ്പെടുകയായിരുന്നു. എന്നാൽ അതിനുശേഷം കുറച്ച് നേരമൊക്കെ കഴിഞ്ഞിട്ടാണ്, ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ മരിയ താഴത്തോട്ട് ഇറങ്ങി പോയിട്ടുണ്ടായിരുന്നത്. ആ ഒരു ടൈമിനോടകം തന്നെ ഒരുപാടധികം ഗ്യാസ്, അതായത് ടോക്സിക് ഗ്യാസ് പുറത്തോട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മരിയ പോകുന്ന ആ ഒരു ടൈമിൽ അത്രത്തോളം ഗ്യാസ് അവിടെ ഉണ്ടായിരുന്നില്ല, ഈ ടോക്സിക് പോയിസണസ് ഗ്യാസ് അവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് മരിയ മരിക്കാതിരുന്നത്. അപ്പോൾ അന്നത്തെ ദിവസം ആ ഒരു ഫാമിലിയിൽ സംഭവിച്ചത് ഇതൊക്കെയായിരുന്നു. ആ പെൺകുട്ടിയുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കി. ആ ഒരു കുട്ടിയുടെ കൺമുമ്പിലൂടെ ആയിരുന്നു ഓരോരുത്തരും ആ ഒരു സെല്ലറിലോട്ട് ഇങ്ങനെ ഇറങ്ങി പോകുന്നുണ്ടായിരുന്നത്. അതിനുശേഷം ആ ഒരു പെൺകുട്ടി താഴ്ചെന്ന് നോക്കിയപ്പോൾ എല്ലാവരും നിലത്ത് വീണ് കിടക്കുന്ന ആ ഒരു കാഴ്ചയാണ് കണ്ടത്. തൻ്റെ കൺമുന്നിൽ അത്രയും നേരം കളിച്ച് ചിരിച്ചിരുന്നിരുന്ന അവിടെ നിന്ന് നേരെ തന്നെ എല്ലാവരും മരിച്ചു കിടക്കുന്ന ആ ഒരു സിറ്റുവേഷനിലോട്ട് മാറാനായിട്ട് ഏകദേശം കുറച്ച് മിനിറ്റുകൾ മാത്രമേ എടുത്തുള്ളൂ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആ ഒരു പെൺകുട്ടിയുടെ കേസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടിയൊക്കെ എങ്ങനെയായിരിക്കുമല്ലേ അതൊക്കെ എന്താ പറയുക ഓവർകം ചെയ്ത് പോയിട്ടുണ്ടാവുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. ഈ ഒരു സ്റ്റോറി കേട്ടപ്പോൾ ഭയങ്കര സ്ട്രെയിഞ്ച് ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ എന്തായാലും ഇതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. നിങ്ങൾ ഈ ഒരു വീഡിയോ ക്ലൈമാക്സ് എത്തുന്നത് വരെ അതിന് മുൻപ് നിങ്ങൾക്ക് ആ ഒരു പൊട്ടാറ്റോയുടെ ടോക്സിക് ഗ്യാസ് ആയിരിക്കാം ഇവരുടെ മരണകാരണം എന്നുള്ളതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നു? എനിക്കാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്റ്റാർട്ടിംഗ് ഒക്കെ ഇങ്ങനെ വായിച്ചു വന്ന സമയത്തൊന്നും അതിനെക്കുറിച്ച് ഇങ്ങനത്തെ ഒരു ധാരണ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ലാസ്റ്റ് ആയപ്പോൾ ഇങ്ങനെയാണ് ഒരു മരിച്ചതെന്നുള്ളൊരു തോട്ടിലോട്ടാണ് ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോനെ കുറിച്ച് മറ്റുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും മറ്റും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ ആൻഡ് ഇറ്റ്സ് മീ റസിൻ സൈനിങ് ഓഫ്. പീസ്. സ്റ്റേ പീസ്ഫുൾ ഗൈസ്. സ്റ്റേ സേഫ്.